T20 ലോകകപ്പിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് എല്ലാവരും സഞ്ജു സാംസന്റെ പേര് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അതെങ്ങനെയാണ് ഋഷഭ് പന്തിലേക്ക് വന്നതെന്ന് ടീമിൽ സ്ഥാനമുറപ്പിച്ചെന്നും ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മുൻ ഇതിഹാസ താരമായ ഓഫ് സ്പിന്നർ ഹർഭജൻ സിംഗ്. കഴിഞ്ഞ IPL-ൽ രാജസ്ഥാൻ റോയൽസിനായി 3-ാം നമ്പറിൽ ഇറങ്ങി 500+ റൺ സ്കോർ ചെയ്ത ശേഷമായിരുന്നു സഞ്ജു ഈ ലോകകപ്പിനെത്തിയിരുന്നത്. അതിനാൽ വിരാട് കോഹ്ലി ഓപ്പണിംഗിലേക്ക് വന്നാൽ 3-ാം നമ്പർ സഞ്ജുവിനെ ഉറപ്പാകുമെന്ന് എല്ലാവരും കണക്കുകൂട്ടി. എന്നാൽ അപ്രതീക്ഷിത ട്വിസ്റ്റായിരുന്നു സംഭവിച്ചത്. യശസ്വി ജയ്സ്വാളിന് പകരം കോഹ്ലി ഓപ്പണറായിട്ടും 3-ാം നമ്പറിൽ സഞ്ജുവിന് സീറ്റ് കിട്ടിയില്ല. പകരം ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളിലും ഋഷഭ് 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി സൂപ്പർ 8-ലും അദ്ദേഹം ഇതേ റോളിൽ തന്നെ തുടരാനാണ് സാധ്യത നിലനിൽക്കുന്നത്. സ്റ്റാർ സ്പോർട്സുമായി സംസാരിക്കവെയായിരുന്നു സഞ്ജുവിന് പകരം ഋഷഭിനെ 3-ാം നമ്പറിലേക്കുള്ള സർപ്രൈസ് വരവിനെക്കുറിച്ച് ഹർഭജൻ ചൂണ്ടിക്കാട്ടിയത്. ഇന്ത്യൻ ടീം മാനേജ്മെന്റ് നടത്തിയ പരീക്ഷണം വിജയിച്ചതാണ് 3-ാം നമ്പറിലെ ഫേവറേറ്റ് ആയിരുന്ന സഞ്ജുവിനെ ഓവർടേക്ക് ചെയ്യാൻ ഋഷഭിനെ സഹായിച്ചതെന്നാണ് അദ്ദേഹം പ്രധാനമായും വിലയിരുത്തുന്നത്. കോച്ച് രാഹുൽ ദ്രാവിഡും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഋഷഭിനെ 3-ാം നമ്പറിലേക്ക് പ്രൊമോട്ട് ചെയ്ത് വളരെ ബോൾഡ് ആയിട്ടുള്ള നീക്കം തന്നെയാണ് നടത്തിയതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ലോകകപ്പിന് മുന്നേ ബംഗ്ലാദേശിനെതിരെ സന്നാഹ മത്സരത്തിലായിരുന്നു 3-ാം നമ്പറിൽ ഋഷഭ് ആദ്യമായി പരീക്ഷിക്കപ്പെട്ടിരുന്നത്. ഈ കളിയിൽ സഞ്ജു ഓപ്പണറായിട്ടായിരുന്നു കളിച്ചിരുന്നത്. പക്ഷേ ഓപ്പണറായി ഒരു റൺസ് മാത്രമായിരുന്നു സഞ്ജു എന്ന് നേടിയതും. ഋഷഭ് 3-ാമതെത്തി അഗ്രസീവ് 50 കുറിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ലോകകപ്പിലെ മത്സരങ്ങളിലും അദ്ദേഹത്തെ ഇതേ റോളിൽ പരീക്ഷിച്ചു. സ്ഥിരതയാർന്ന പ്രകടനം ഋഷഭ് കാഴ്ചവെക്കുകയും ചെയ്യുകയുണ്ടായി. മാത്രമല്ല ഇന്ത്യക്ക് വേണ്ടി 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ ടീം മാനേജ്മെന്റ് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഋഷഭിന്റെ റോൾ അട്ടിമറിക്കുകയായിരുന്നു. സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായി കളിക്കുമെന്നായിരുന്നു ഈ ലോകകപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അതിനുള്ള കാരണം വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ 3-ാം നമ്പറിൽ റോയൽസിനായി അദ്ദേഹം ഒരുപാട് റൺസ് സ്കോർ ചെയ്തിരുന്നു എന്നതാണ്. എന്നാൽ 3-ാം നമ്പറിൽ ഋഷഭിനെ വെച്ചുള്ള ടീം മാനേജ്മെന്റിന്റെ പരീക്ഷണം വിജയിച്ചത് വലിയ പോസിറ്റീവ് തന്നെയായിരുന്നു. ഋഷഭ് 3-ാമനായി ഇറങ്ങുമ്പോൾ ഇടംകൈ വലംകൈ ബാറ്റിംഗ് കോമ്പിനേഷൻ നന്നായി വർക്ക് ചെയ്യുന്നതും സ്റ്റാർ സ്പോർട്സിനോട് ഹർഭജൻ സിംഗ് തുറന്നു പറഞ്ഞു. ജയ്സ്വാൾ ടീമിന് പുറത്തായതിനാൽ 3-ാം നമ്പറിൽ ഇടംകൈയനായ ഋഷഭ് കളിക്കുന്നത് ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിനും കൂടുതൽ ബാലൻസ് നൽകുകയും ചെയ്യുന്നുണ്ട്. അതിന് പിന്നിലെ കാരണം ടോപ്പ് 4-ലുള്ള 3 ബാറ്റർമാരായ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ് എന്നിവരെല്ലാം വലംകൈയന്മാരാണെന്നതാണ്. വൈസ് ക്യാപ്റ്റനും സ്റ്റാർ ഓൾറൗണ്ടറുമായ ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനത്തെയും ഹർഭജൻ സിംഗ് പ്രശംസിക്കുകയുണ്ടായി. ബാറ്റിംഗിൽ കാര്യമായ അവസരം ലഭിച്ചിരുന്നില്ല, എന്നാൽ ബൗളിംഗിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഹാർദിക് പാണ്ഡ്യ ഇന്ത്യക്ക് വേണ്ടി ഉജ്ജ്വലമായ ബൗൾ ചെയ്യുകയും വിക്കറ്റുകൾ നേടിയെടുക്കുകയും ചെയ്തത് ഏറ്റവും വലിയ നേട്ടം തന്നെയാണ്. പക്ഷേ ഹാർദിക് ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞ വിക്കറ്റുകളുടെ എണ്ണം എടുത്താൽ അത് എല്ലാവരും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാണെന്നും അദ്ദേഹം നിരീക്ഷിക്കുകയുണ്ടായി.